എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് പുറത്തു വന്ന 2 ക്രിക്കറ്റ് അപ്ഡേറ്റ്സുകൾ ആണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. ഇംഗ്ലണ്ടിനെതിരായ 1-ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ 3-ാം ദിനവും പൂർത്തിയായിരിക്കുകയാണ്. ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയും ബൗളിംഗ് നിരയും ഒരുപോലെ മികവ് കാട്ടിയെങ്കിലും പ്രതീക്ഷിച്ച ചില താരങ്ങൾക്ക് പ്രതിഭക്കൊത്ത് ഉയരാനായിട്ടില്ല. ഇതിലൊരാളാണ് ശ്രേയസ് അയ്യർ. 5-ാം നമ്പറിലാണ് താരം കളിക്കുന്നത്. ക്ലാസിക് താരമെന്ന് പറയുമ്പോഴും അതിനൊത്ത പ്രകടനം കാഴ്ചവെക്കാൻ ശ്രേയസിന് പലപ്പോഴും സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ശ്രേയസിന് പകരം മധ്യനിരയിൽ മികച്ച താരത്തെ ഇന്ത്യ പരിഗണിക്കേണ്ടതാണ്. ഇന്ത്യക്ക് മധ്യനിരയിൽ കളിപ്പിക്കാൻ ശ്രേയസിനേക്കാൾ മികച്ചവൻ സഞ്ജു സാംസണാണ്. എന്തുകൊണ്ടെന്നാൽ സ്പിന്നിനെ ശ്രേയസിനേക്കാളും നന്നായി കളിക്കാൻ സഞ്ജുവിന് കഴിവുണ്ട്. മാത്രവുമല്ല, ശ്രേയസിനേക്കാളും സഞ്ജുവാണ് മധ്യനിരയിൽ കളിക്കാൻ കൂടുതൽ യോഗ്യൻ. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും ശ്രേയസിനേക്കാളും മികച്ച താരം സഞ്ജുവാണ് എന്നാണ് ആരാധകർ പറയുന്നത്. അതുകൊണ്ട് തന്നെ വരും മത്സരങ്ങളിൽ ശ്രേയസിനെ മാറ്റി സഞ്ജുവിനെ കളിപ്പിക്കാനും BCCI പദ്ധതിയിടുന്നുണ്ട്. അടുത്ത അപ്ഡേറ്റ് ഇന്ത്യ-ഇംഗ്ലണ്ട് ടെസ്റ്റ് മത്സരവുമായി ബന്ധപ്പെട്ട വിവാദമാണ്. മത്സരത്തിൽ ഇപ്പോൾ ഇംഗ്ലണ്ടിന് 126 റൺസിന്റെ ലീഡുണ്ട്. ഇന്ത്യ ഉയർത്തിയ 190 റൺസ് ലീഡ് മറികടന്നാണ് ഇംഗ്ലണ്ട് ഇപ്പോൾ ലീഡ് ഉയർത്തിയിരിക്കുന്നത്. ഇന്ത്യക്കായി ബാറ്റർമാർ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു. ഇന്ത്യയുടെ ടോപ്പ് സ്കോററായത് ജഡേജയാണ്. 3-ാം ദിനം സെഞ്ചുറി പ്രതീക്ഷയിലാണ് ജഡേജ ഇറങ്ങിയത്. എന്നാൽ അതിനുശേഷം ജഡേജ പുറത്താവുകയായിരുന്നു. ജോ റൂട്ടിന്റെ പന്തിൽ LBWവിൽ കുരുങ്ങിയാണ് ജഡേജ പുറത്തായത്. അമ്പയർ ഔട്ട് വിളിച്ചപ്പോൾ ജഡേജ തീരുമാനം പുനഃപരിശോധിക്കാൻ DRS എടുത്തു. റിവ്യൂവിൽ ബൗൾ ബാറ്റിലും പാഡിലും ഒരുമിച്ച് തട്ടുന്നത് വ്യക്തമായി തന്നെ കാണാം. എന്നാൽ അതിനുശേഷം അമ്പയറെടുത്ത തീരുമാനമാണ് എല്ലാവരെയും ഞെട്ടിച്ചത്. അൾട്രാ എഡ്ജ് കാട്ടിയെങ്കിലും അമ്പയർ ബൗളർക്കൊപ്പം നിൽക്കുകയായിരുന്നു. ഇതോടെ ജഡേജ നിരാശയോടെ മടങ്ങുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് വലിയ വിവാദം ആയിരിക്കുകയാണ്. ജഡേജയുടേത് ഔട്ട് അല്ലെന്നും അമ്പയറുടെ തീരുമാനം തെറ്റാണെന്നുമാണ് ആരാധകർ പറയുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ച് ICCക്ക് പരാതി നൽകിയതിന് പിന്നാലെ കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുകയാണ്. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.